ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസികൾ, പ്രത്യേകിച്ച് കാറ്റക്കോംസിൽ കഴിഞ്ഞിരുന്ന വിശ്വാസികൾ ഉദ്ധാന ദിവസം പരസ്പരം വിഷ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തോസ് അനേസ്തി, അതിന് മറുപടിയായി അലീത്തോസ് അനേസ്തി, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. മറുപടി: അതെ, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുമസ് കേക്ക് സമ്മാനമായി കൊടുക്കുന്നത് പോലെ ഈസ്റ്ററിന് കൈമാറുന്ന പ്രധാനപ്പെട്ട സമ്മാനങ്ങളിൽ ഒന്നാണ് ഈസ്റ്റർ എഗ്ഗ് എന്ന് പറയുന്നത്. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ വളരെ സുലഭമായി ഈ ഈസ്റ്റർ എഗ്ഗ് ലഭിക്കുന്നു. നമ്മുടെ നാട്ടിലും ഈ ആചാരം കടന്നുകൂടിയിട്ടുണ്ട്. ഈസ്റ്റർ മുട്ട ഉദ്ധിതനായ ഈശോയുടെ പ്രതീകമായി ഉപയോഗിക്കുന്നു. ഒരു മുട്ടയിൽ നിന്നും അതിൻ്റെ തോട് പൊട്ടിച്ച് എങ്ങനെയാണ് പുതിയ ജീവൻ പുറത്തേക്ക് വരുന്നത്, അതേപോലെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ കല്ലറയിൽ നിന്നും കല്ലുരുട്ടി മാറ്റപ്പെട്ട് ഉദ്ധാനം ചെയ്തതിനെ അത് സൂചിപ്പിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ മാർട്ടിൻ ലൂതർ തൻ്റെ അനുയായികൾക്ക് വേണ്ടി എഗ്ഗ് ഹണ്ട് സംഘടിപ്പിച്ചു. അതിങ്ങനെയായിരുന്നു: സമൂഹത്തിലെ പുരുഷന്മാര് മുട്ട ഒളിപ്പിച്ചു വയ്ക്കും, സ്ത്രീകളും കുട്ടികളും അത് കണ്ടുപിടിക്കും. സ്ത്രീകളാണ് ആദ്യമായി ഉദ്ധിതന്റെ കല്ലറ കണ്ടെത്തിയത് എന്ന സൂചന അതിൻ്റെ അകത്തുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ചുവന്ന കളർ പൂശിയ മുട്ടയാണ് സമ്മാനമായി നൽകുന്നത്. ചുവന്ന കളർ കർത്താവായ ഈശോ മിശിഹായുടെ തിരുരക്തത്തെ സൂചിപ്പിക്കുന്നു. യൂറോപ്യൻ പാരമ്പര്യത്തിൽ ചുവന്ന കളർ രക്തത്തെയും പച്ച കളർ പുതിയ ജീവിതത്തെയും സൂചിപ്പിക്കുന്നു. അമേരിക്കയിൽ ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്: എഗ്ഗ് റോളിംഗ്. ചെറിയ കുന്നുകളുടെ ചെരിഞ്ഞ പ്രതലത്തിലൂടെ പുഴുങ്ങിയ മുട്ട ഉരുട്ടി താഴോട്ടെത്തിക്കുന്ന ഒരു പാരമ്പര്യം. കർത്താവായ ഈശോ മിശിഹായുടെ ഗുഹയുടെ കല്ലുരുട്ടി മാറ്റി താഴോട്ട് വിടുന്നതിൻ്റെ പ്രതീകമാണത്. എന്തുതന്നെയായാലും കല്ലറ പിളരുന്നതും കല്ലുരുട്ടി മാറ്റുന്നതും ഉദ്ധാനത്തിലേക്കാണ് നയിക്കുക. മഹാകവി ഉള്ളൂരിൻ്റെ വരികൾ: നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. അതെ, ശരിയാണ്. ചില കല്ലറകൾ നമുക്ക് വേണ്ടി നാം തന്നെ പണിതുണ്ടാക്കുന്നതാണ്. ഈ കല്ലറയിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് താല്പര്യം പോലുമില്ല. ചില നൈമിഷിക സുഖങ്ങളാണ്, തെറ്റായ ബന്ധങ്ങളാണ്, ചില ദുശീലങ്ങളാണ്, മറ്റു ചില തഴക്കദോഷങ്ങളാണ്, അസന്മാർഗിക ജീവിതമാണ്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ്, വെറുപ്പ് കാത്തുസൂക്ഷിക്കുന്ന മേഖലയാണ്, തിന്മയുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ്, നിരാശയുടെ മേഖലയാണ്, കുറ്റബോധത്തിൻ്റെ മേഖലയാണ്, എന്നെ അടക്കിയിരിക്കുന്ന കല്ലറകൾ. ആയിരിക്കുന്ന കല്ലറയിൽ നിന്ന് ഉദ്ധാനത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ലാസറെ പുറത്തു വരിക എന്ന ഒറ്റ വാക്യം കൊണ്ട് ലാസറിനെ ഉയർപ്പിച്ചവനാണ് കർത്താവ്. ഞാനായിരിക്കുന്ന കല്ലറ ഏതുമായിക്കോട്ടെ, എന്നെ കെട്ടിയിട്ടിരിക്കുന്ന നാടകളെ മുറിച്ച് പുറത്തേക്ക് വരാൻ കർത്താവിനോട് ആജ്ഞാപിക്കാൻ ആവശ്യപ്പെടുക. ഏവർക്കും ഉദ്ധാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഉദ്ധിതനായ മിശിഹായുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. 50 നോയമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. നോയമ്പിൻ്റെ മുഴുവൻ ദിവസങ്ങളിലും അത് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നതല്ല. ദൈവാനുഗ്രഹത്താൽ അത് ചെയ്ത് പൂർത്തിയാക്കി. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ കേട്ട, പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ക്രിസ്തോസ് അനേസ്തി, അലീത്തോസ് അനേസ്തി. ആമേൻ.